ഇപ്പം അടുപ്പിച്ച് 2-3 കൊല്ലമായിട്ട് ആറാട്ടുപുഴ പൂരം കാണാൻ പോകാറുണ്ട് കേട്ടോ. തറക്കൽ പൂരത്തിനും പിറ്റേ ദിവസം പൂരത്തിനും പോകാറുണ്ട് കേട്ടോ. പിറ്റേ ദിവസം പൂരത്തിന് പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് മാത്രമാണ് സംഗമം കാണാൻ വേണ്ടി നിൽക്കാറ്. പക്ഷെ എനിക്കത് കാണാൻ വേണ്ടി നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തേവര വരുന്ന ആ വരവും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 2 തവണ മാത്രമാണ് അങ്ങനെ നിന്നിട്ടുള്ളൂ. പിന്നെ തേവര കാണാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം രാവിലെ വരികയാണ് ചെയ്യാറ്. അങ്ങനെ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ പൂരത്തിന് പോയിട്ട് തറക്കൽ പൂരത്തിന് ആന ഓടിയപ്പോൾ ഞങ്ങൾ കണ്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് ആന ഓടിയത്. എനിക്ക് ആ ഒരു കഥ പറയുകയാണെങ്കിൽ ഞാനെപ്പോഴും ആന ഓടണം കാണാൻ വേണ്ടി നേരിട്ട് കാണണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കണ്ടത്തിൽ സർവത്ത് പിടിക്കുന്ന സമയത്ത് ആന എല്ലാവരും നല്ല ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് 2 ആന ഓടി വരുന്ന കണ്ടത്. അന്ന് നല്ലൊരു പേടി പേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൊല്ലം ആന ഓടുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല ഭംഗിയായിട്ട് തന്നെ തറക്കൽ പൂരം കഴിഞ്ഞ് വെടിക്കെട്ടും കഴിഞ്ഞിട്ടാണ് നമ്മുടെ രാമൻ പോയത്. അപ്പോൾ രാമനും ഉണ്ടായിരുന്നു ഈ കൊല്ലം. കഴിഞ്ഞ കൊല്ലം രാമനുണ്ടായിരുന്നു തറക്കൽ പൂരത്തിന്. ഗംഭീരമായിരുന്നു തറക്കൽ പൂരം. നിങ്ങൾക്കറിയാലോ ആറാട്ടുപുഴ പൂരം ഇത്രയും ഫേമസ് ആവാൻ കാരണം തന്നെ മേളവും അതുപോലെ ഇതൊക്കെ മേളമാണല്ലോ കൂടുതൽ നമ്മുടെ ഭാഗത്തൊക്കെ ഫേമസ് ആയിട്ടിരിക്കുന്നത്. അടിപൊളിയായിരുന്നു, രക്ഷയുണ്ടായിരുന്നില്ല. വേറൊരു കാര്യം പറയാലോ, അതിനിടയ്ക്ക് എൻ്റെ ഹെൽമെറ്റൊക്കെ കാണാണ്ട് പോയി. വണ്ടി എടുക്കുന്ന സമയത്ത് ഹെൽമെറ്റൊന്നും കാണാനില്ല, മൊത്തത്തിൽ തപ്പി നടന്നു, എവിടെയില്ല. നല്ല വിഷമമുണ്ട്. പക്ഷേ കുഴപ്പമില്ലാന്ന് വെച്ചിട്ടുണ്ട് പോകുന്നു. അങ്ങനെ എല്ലായിടത്തും തപ്പി കണ്ടില്ല. അങ്ങനെ പോണ സമയത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി. ഒരു കാര്യം വിട്ടുപോയിട്ടോ, നമ്മൾ വെടിക്കെട്ടിന് മുന്നേ തൊട്ടിപ്പാൽ ഭഗവതിയോട് യാത്ര പറഞ്ഞ് നാളെ തൊട്ടിപ്പാൽ പൂരമാണ്. നാളെ തന്നെയാണ് ആറാട്ടുപുഴ പൂരം. അതേപോലെ ഊരകത്തമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഊരകത്തമ്മേനെ ഉപചാരം ചൊല്ലി പിന്നെയാണ് വീഡിയോ ഇതിൽ കണ്ടത്. അപ്പോൾ ആളെ വരവേക്കാണെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതൽ ഐതിഹ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതേ ആ ഒരു സമയത്ത് തന്നെയാണ് കഴിഞ്ഞ കൊല്ലം ആന ഓടിയതും. അപ്പോൾ ഈ കൊല്ലം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് മാത്രമല്ല, വെടിക്കെട്ടുണ്ടായിരുന്നു. എല്ലാ കൊല്ലത്തെ പോലെ ആയിരുന്നില്ല ഈ പ്രശ്ന വെടിക്കെട്ട്. അടിപൊളി സൂപ്പർ വെടിക്കെട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ രാമൻ പോണ സമയത്തുള്ള തിരക്കാണ് ഈ കാണുന്നത്. രാമൻ എവിടെ നിന്നാലും അവിടെ ചുറ്റിനും ആൾക്കാരായിരിക്കും. അതങ്ങനെയാണല്ലോ. അപ്പോൾ നാളത്തെ ആറാട്ടുപുഴ പൂരത്തിൻ്റെ വിശേഷങ്ങൾ നാളെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. ബൈ.